എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ചെറിയൊരു റെസിപ്പി പറഞ്ഞു തരികയാണ്. എനിക്ക് വളരെ കുഞ്ഞിലേ തന്നെ നരച്ച മുടി വരാൻ തുടങ്ങിയ ആളാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 8th 9th ആ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിക്ക് മുടിയും പൊഴിയുന്നുണ്ടായിരുന്നു. അന്ന് പല കാര്യങ്ങളും നമ്മൾ ട്രൈ ചെയ്തു. കാച്ചിയെണ്ണ ഉപയോഗിച്ചു, പലതരത്തിലുള്ള ഷാംപൂസ് യൂസ് ചെയ്തു, അലോപ്പതി യൂസ് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഒരു നല്ലൊരു റിസൾട്ട് നമുക്ക് വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ പപ്പ എനിക്കൊരു റെസിപ്പി പറഞ്ഞു. ഇത് വളരെ രസകരമായ ഒരു റെസിപ്പിയാണ്, നമുക്ക് സിമ്പിളുമാണ്. എനിക്കാണെങ്കിൽ എണ്ണ പുരട്ടാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് എനിക്കിന്ന് തോന്നി. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ചമ്മന്തി. അപ്പോൾ ഈ ഒരു ചമ്മന്തിക്കകത്ത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കറിവേപ്പിലയും നെല്ലിക്കയാണ്. നമുക്കറിയാവുന്നതുപോലെ നെല്ലിക്കയും കറിവേപ്പിലയും നമ്മുടെ മുടിയുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്, നമുക്കറിയാം. ഒത്തിരി വിറ്റാമിൻസ് അടങ്ങിയതാണ്. അപ്പം ആ ഒരു ചമ്മന്തി നമുക്കിന്ന് ഉണ്ടാക്കാം. ഇത് എനിക്ക് ശരിക്കും അനുഭവത്തിൽ നിന്നുള്ളതാണ്. ഇത് ഞാൻ കുറേ നാൾ കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്തപ്പം ശരിക്കും എൻ്റെ മുടി പൊഴിയുന്നത് ഒരുപാട് കുറഞ്ഞു. നര ഒത്തിരി പെട്ടെന്നൊന്നും കുറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷേ എൻ്റെ മുടി പെട്ടെന്ന് ഊരി പോകുന്ന ആ ഒരു അവസ്ഥയ്ക്ക് ചേഞ്ചസ് ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോഴാണല്ലോ ഇതൊരു റിസൾട്ട് വരുന്നത്. അപ്പം അതിന് പലർക്കും എല്ലാവർക്കും സെയിം കാരണം ആവണമെന്നില്ല. പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെയൊക്കെ ഒരു വിറ്റാമിൻ ഒരു ബാലൻസ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിനും ഇത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഒത്തിരി ഗട്ട് പ്രോബ്ലംസ് ഉള്ള ആളായിരുന്നു ഫുഡ് കഴിക്കുമ്പോൾ, മെയിൻലി നോൺ കഴിക്കുമ്പോൾ. അപ്പം ഇത് ഇടയ്ക്ക് കഴിക്കുമ്പോഴത്തേക്കിനും നമുക്ക് നല്ലൊരു വയറിനുമൊക്കെ നല്ലൊരു ഫീലിംഗ് ആണ്, നല്ലൊരു സുഖമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വീഡിയോ കാണാം. ആദ്യം ആവശ്യമുള്ള നെല്ലിക്ക നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഞാൻ 2 നെല്ലിക്കയാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ചധികം കറിവേപ്പില എടുക്കാം. അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത തേങ്ങ, ആവശ്യത്തിനുള്ള ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക്, ഏറെ കറിവേപ്പില നമുക്ക് ആവശ്യമാണ്. ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നെല്ലിക്കയുടെ എണ്ണവും കൂട്ടാം. മിക്സി ജാറിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന നെല്ലിക്കായും തേങ്ങായും പച്ചമുളകും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം, കറിവേപ്പിലയും. ഞാൻ വാങ്ങിയ പച്ചമുളകിന് അല്പം എരിവ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ 2 കൂടെ ആഡ് ചെയ്തു. കാന്താരമുളക് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് നമുക്ക് അരച്ചെടുത്ത് ഇതുപോലെ നമുക്ക് എടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കണ്ട. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ ഇതൊന്ന് കഴിച്ച് നോക്കിയാലോ. ഇത് ആഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ നമ്മുടെ മീലിൻ്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റും. ഒന്ന് കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.